ഈ കരാർ റദ്ദാക്കി ഒരു 500 മെഗാവാട്ടിന് വീണ്ടും കരാറിന് വേണ്ടി ശ്രമിക്കുന്ന ഈ സർക്കാരിൻ്റെ നടപടി അഴിമതിയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം അനിവാര്യമാണ്. അത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞാനിവിടെ തൃശ്ശൂർ വന്നപ്പോൾ ആനപ്രേമികളും അതോടൊപ്പം തന്നെ ദേവസ്വവും ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും വിളിച്ചുകൊണ്ടൊരു വലിയ സമ്മേളനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ വിധി അശാസ്ത്രീയമായ വിധിയാണ് എന്ന് നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വസ്തുതകൾ മനസ്സിലാക്കാതെ പൂരങ്ങൾ നടത്താതിരിക്കാനും ഉത്സവങ്ങൾ നടത്താതിരിക്കാനും നേർച്ചകൾ നടത്താതിരിക്കാനും പെരുന്നാളുകൾ നടത്താതിരിക്കാനുമുള്ള രീതിയിലാണ് ഒരു വിധി പ്രസ്താവിച്ചത്. ആ വിധി ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു പ്രായോഗികമല്ല. കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നേർച്ചയാണെങ്കിലും പെരുന്നാളാണെങ്കിലും പൂരമാണെങ്കിലും ഉത്സവങ്ങളാണെങ്കിലും. അത് നമ്മുടെ സംസ്ഥാനത്ത് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഈ ആചാരക്രമത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കാൻ പറഞ്ഞത്, അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദാക്കിയത്, സ്റ്റേ ചെയ്തത് ഞാൻ പരിപൂർണമായി സ്വാഗതം ചെയ്യുകയാണ്. അത് ഇവിടുത്തെ ദേവസ്വങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. അതോടൊപ്പം തന്നെ പെരുന്നാളും നേർച്ചയുമൊക്കെ നടത്തുന്ന ജനവിഭാഗങ്ങളുടെ വിജയമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട കോടതി കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണണം എന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം. ഏതായാലും ജനങ്ങളുടെ വികാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മനസ്സിലാക്കി സ്റ്റേ ചെയ്തതിൽ ഞാൻ പൂർണ്ണമായി സന്തുഷ്ടനാണ്. ഞാനിതിനെ സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു കാര്യം, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് നമ്മുടെ പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോരുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. വ്യാപകമായ തോതിൽ ഇന്ന് ചോദ്യക്കടലാസുകൾ ചോരുകയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആരാണ്? അതിനെപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അങ്ങനെ കുട്ടികൾക്ക് പരീക്ഷയിൽ വിശ്വാസമില്ലാതാക്കുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ശരിയല്ല. അത് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തെയും വിദ്യാഭ്യാസ രീതികളെയുമൊക്കെ ഗുരുതരമായി ബാധിക്കും എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതിയ വാർത്ത അങ്ങയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസവും സന്തോഷം നൽകുന്നതാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് 5-8 വർഷമായിട്ട് NSSന്റെ പണിക്ക് കയറാറില്ലല്ലോ അന്നത്തെ വിഷയം. അപ്പൊ വീണ്ടും മുഖ്യ പ്രഭാഷണത്തിന് വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു 8 വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റത്തിന്റെ കാരണം? അല്ല, NSSന്റെ 1 ശതാബ്ദി സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സന്തോഷമാണ്. അന്നത്തെ വിഷയം എന്തായിരുന്നു സത്യത്തിൽ? ആ ഒരു 8 വർഷം സാധാരണ NSSന്റെ ആസ്ഥാനം രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ 2 1 പക്ഷെ അതിനുശേഷം ഒരു 8 വർഷം ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അകൽച്ച ഉണ്ടാവാൻ കാരണം? അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇപ്പോൾ ആ ചടങ്ങിന് വിളിച്ചിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. മന്നത്ത് പത്മനാഭൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട സമ്മേളനമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് പാച്ച് ചെയ്തത്? ശരി, അല്ല, അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറയാനില്ല. സുരേഷ് ഗോപി ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് കയറുന്നത്. കൂടുതൽ സ്വീകാര്യനായ സുരേഷ് ഗോപി ഇല്ലായിരുന്നു. അല്ല, ഒരു തവണ സുരേഷ് ഗോപി ഒഴിവാക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയാണല്ലോ ഇവിടുത്തെ, ഒരു നായർ സമുദായത്തിലൂടെയാണല്ലോ. എങ്ങനെയാണ് ആ ഒരു അകൽച്ചയിൽ നിന്നുള്ളൊരു തിരുത്തുണ്ടാവാനുള്ള കാരണം എന്താ പറഞ്ഞു? ഏതായാലും എന്നെ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ എന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വം ഞാൻ ചടങ്ങിൽ പങ്കെടുക്കും. അത് എനിക്ക് എന്നെ ക്ഷണിച്ചതിൽ അവരോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അങ്ങ് ആഭ്യന്തരമന്ത്രി ആകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അന്ന് നിരവധി പരസ്യമായ പ്രസ്താവന ഉണ്ടായി. കോൺഗ്രസിനകത്ത് തന്നെ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായി. അതൊരു താക്കോൽ സ്ഥാനത്ത് ഒരാൾ വരണം എന്ന് വരെ പറഞ്ഞ് പരസ്യമായ ഒരു നിലപാട് എടുത്തതിന് ശേഷം ഒരു അകലാനുണ്ടായ സാഹചര്യം, ആ അകൽച്ച മാറാനുണ്ടായ സാഹചര്യം എന്താ? അല്ല, ഞാൻ അതിനകത്തൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ഏതായാലും എന്നെ ചടങ്ങിലേക്ക് വിളിച്ചിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതിൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. പഴയ അന്തരീക്ഷത്തിലേക്ക് എത്തൂനി
മുൻപ് NSS ആയിട്ടുണ്ടായ ബന്ധം അത്തരം ആ നിരത്തിലേക്ക് എത്തും? അങ്ങനെ ഇപ്പം എന്നും വഴക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് യോജിച്ച് പോകുക എന്നുള്ളതാണല്ലോ നമ്മുടെ സമീപനം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർക്കെതിരായി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നടത്തിയ വളരെ മോശമായ പരാമർശമാണ്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ കടുത്ത വാക്കുകളാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കർ. അദ്ദേഹത്തെ തരംതാണ നിലയിലാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അമിത്ഷാ ചിത്രീകരിച്ചത്. അതുകൊണ്ട് ആ ചിത്രീകരണം ഇന്ത്യയിലെ ജനങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര കോൺഗ്രസിനെ അപമാനിക്കാൻ ശ്രമിച്ചാലും ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നില്ല. ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറുടെ സംഭാവനകളെ നമുക്കാർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അമിത്ഷാ വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പരാമർശം നടത്തിയത്. ആ പരാമർശം ഇതുവരെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. പിൻവലിച്ച് മന്ത്രിസ്ഥാനത്തു നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ആന പ്രതിസന്ധി കഴിഞ്ഞു, പക്ഷേ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ് സ്ഥാനം ഇതുവരെ ആ പ്രശ്നങ്ങൾ തീർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. INDC ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. അതാണ്